പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കേരളത്തിൽ എവിടെ ചെന്നാലും ഈ പാർട്ടിയെ നമുക്ക് കാണാൻ കഴിയും. പടർന്നു പന്തലിച്ച് വലിയൊരു വടവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. 1964 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുകയും അധികാരത്തിൽ വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പാർട്ടി. ഇപ്പോൾ ഇതാ കേരളത്തിൽ തുടർച്ചയായി 2ാം തവണ അധികാരത്തിലിരിക്കുന്ന പാർട്ടി. ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി. VMS, CH കണാരൻ, ചടയൻ ഗോവിന്ദൻ, EK നായനാരി, VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പാർട്ടി. ആ പാർട്ടിയെ കേരളത്തിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാം. ഞാനിതിനു മുമ്പ് പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആദിവാസി മേഖലകളിൽ ചെന്നാൽ കാണാം, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ചെന്നാൽ കാണാം, വിതുരയിൽ ചെന്നാൽ കാണാം, വട്ടവടയിൽ ചെന്നാൽ കാണാം, എവിടെ ചെന്നാലും കാണാൻ കഴിയുന്ന പാർട്ടി. സ്കൂളുകളിൽ കാണാം, കോളേജുകളിൽ കാണാം, ജയിലുകളിൽ കാണാം, കോടതികളിൽ കാണാം, സർക്കാർ ഓഫീസുകളിൽ കാണാം, എവിടെ ചെന്നാലും കാണാൻ കഴിയുന്ന 35,000 ബ്രാഞ്ച് കമ്മിറ്റികളുള്ള ഏതാണ്ട് 5 ലക്ഷത്തോളം പ്രവർത്തകർ CITUവിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അനുഭാവികളുള്ള വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഈ പാർട്ടി അധികാരത്തിലിരുന്നാലും പ്രതിപക്ഷത്തിലിരുന്നാലും വലിയൊരു സ്വാധീന ശക്തിയാണ് കേരളത്തിൽ. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ പാർട്ടി പ്രതിപക്ഷത്താണെങ്കിലും വലിയ പ്രാധാന്യമാണ് കേരളത്തിൽ ലഭിക്കുന്നത്. കാരണം ഇത്രയധികം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ സ്ഥാനം വേറൊന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരോട്, ഈ പാർട്ടിയെ നിലനിർത്തുന്ന അണികളോട്, ഈ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അണികളോട്, ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പ് ചോരയാക്കി പ്രവർത്തിക്കുന്ന അണികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ പാർട്ടിയുടെ അണികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള അണികൾ, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി പോലുമല്ല, അതിനേക്കാൾ താഴെയുള്ള പാർട്ടി അംഗങ്ങൾ, പാർട്ടി അനുഭാവികൾ, അവരോടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയോട് പോലുമല്ല, ലോക്കൽ കമ്മിറ്റി മെമ്പറോടോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പറോടോ ഒന്നുമല്ല ഞാനിത് ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടിയെ നിലനിർത്തുന്ന, ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന, ഈ പാർട്ടിയുടെ ഈ പറഞ്ഞ പോലെ രക്തമായ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഈ പറഞ്ഞ പോലെ നെർവസ് സിസ്റ്റമായിട്ടുള്ള സാധാരണ പാർട്ടിക്കാരോടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അണികളോട് ഞാൻ ചോദിക്കുകയാണ്, മനംനൊന്ത് മനോവേദയോടുകൂടി ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ? EMSഉം അച്യുതാനന്ദനും നായനാരും ഒക്കെ നേതൃത്വം നൽകിയ, CH കണാരനും ഒക്കെ നേതൃത്വം നൽകിയ, പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന, ദരിദ്രന് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വർഗരഹിത സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയുടെ അവസ്ഥ ഇന്ന് എന്താണ് സഖാക്കളെ? ഞാൻ ചോദിക്കുക. ഏറ്റവും പുതിയ കാര്യം തന്നെ നിങ്ങൾ എടുക്കൂ. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ പോർമുഖത്ത് മുന്നിൽ കുന്തമുനയായി നിൽക്കേണ്ട ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയും ഇന്ന് എവിടെയാണ് സഖാക്കളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും താഴെത്തട്ടിലെ സഖാക്കളോടാണ് എനിക്ക് ചോദിക്കാൻ. ഏറ്റവും താഴെത്തട്ടിലെ സഖാക്കൾ. പാർട്ടിയുടെ എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിൽക്കുമ്പോൾ, അവർ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവർ ആണ്ടിറങ്ങി നിൽക്കുമ്പോൾ, ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നയിക്കേണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയാണ് സഖാക്കളെ? അയാൾ ആർത്തുല്ലസിക്കാൻ പോയിരിക്കുകയാണ്, അയാൾ അർമാദിക്കാൻ പോയിരിക്കുകയാണ്. അയാൾ മാത്രമല്ല, അയാളുടെ ഭാര്യ, അയാളുടെ മകൾ, അയാളുടെ മകൻ, അയാളുടെ മരുമകൻ, അയാളുടെ കൊച്ചുമകൻ, അയാളുടെ മരുമകൻ്റെ കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ വിദേശ സമ്പന്ന രാജ്യങ്ങളിൽ ആർത്തുല്ലസിക്കാൻ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നാലോചിച്ച് നോക്കുക. സുഹൃത്തുക്കളെ എന്നല്ല, സഖാക്കളെ എന്നാണ് എനിക്ക് പറയാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇന്ത്യയിൽ വലിയൊരു ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി നിൽക്കേണ്ട CPMൻ്റെ സമുന്നത നേതാവും മുഖ്യമന്ത്രിയും വിദേശ രാജ്യത്താണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനെതിരെ എന്തുകൊണ്ടാണ് പാർട്ടി സഖാക്കൾ നിശബ്ദരായിരിക്കുന്നത് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതുമാത്രമാണോ?
ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്കും മുഖ്യമന്ത്രിക്കും എങ്ങനെയാണ് ഇന്ത്യ വിട്ട് പോകാൻ കഴിയുന്ന സുഹൃത്തുക്കളെ? എന്ത് കമ്മ്യൂണിസ്റ്റ് ബോധമാണ് പിണറായി വിജയനെ നയിക്കുന്നത്? എന്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് അയാൾക്കുള്ളത്? ഇത് ചോദിക്കാൻ എന്തുകൊണ്ടാണ് പാർട്ടി അണികൾ മടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ പോയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അതാണ്. അയാളുമായി ബന്ധപ്പെട്ട് എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരു അരഡസൻ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. 2020 മുതൽ നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴക്കേസ്, മാസപ്പടി കേസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ എത്രയെത്ര അഴിമതികൾ. ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഊടുംപാവുമായിട്ടുള്ള പാർട്ടി സഖാക്കൾക്ക് കഴിയാത്തത് എന്നാണ് എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണം സഖാക്കളെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ സർക്കാരുകൾ ഇവിടെ അധികാരത്തിലിരുന്നിരിക്കുന്നു. ആ സമയത്തൊന്നും ഇത്രയേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയേറെ ഈ പറഞ്ഞ പോലെ ഭൂമി കൈയേറ്റം നടക്കുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയേറെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇത്രയേറെ പോലീസ് പീഡനങ്ങൾ, ഇത്രയേറെ പോലീസ് അതിക്രമങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ സഖാക്കളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് സഖാക്കൾ നിശബ്ദത പാലിക്കുന്നത്? എനിക്ക് അത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ പാർട്ടിയും. ഈ പിണറായി വിജയന് ഓശാന പാടുകയല്ലേ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും കൂട്ടുനിൽക്കുകയല്ലേ, അതിനൊരു ഏജൻസി പണി ചെയ്യുകയല്ലേ ഇവിടുത്തെ പാർട്ടി സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാർട്ടി സെക്രട്ടേറിയറ്റും ഇവിടുത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചെയ്തുകൊണ്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ട ആരോപണങ്ങൾ അതിഭീകരമല്ലേ? അയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇപ്പോൾ എന്താ കേൾക്കുന്നത്? അയാൾ BJP നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള ആരോപണങ്ങളല്ലേ സുഹൃത്തുക്കളെ സഖാക്കളെ നമ്മൾ കേൾക്കുന്നത്. ഇതിനെതിരെ എന്താണ് സഖാക്കൾ നിശബ്ദത പാലിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 2006 VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിരത്തുകളിലേക്ക് ഇറങ്ങി വന്നവരല്ലേ 10,000 വരുന്ന കേരളത്തിലെ പാർട്ടി സഖാക്കൾ. ആ പാർട്ടി സഖാക്കൾ ഉയർത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള എതിർപ്പിൻ്റെ മുന്നിൽ ഇവിടുത്തെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പോലും ക്ഷമ പറയേണ്ടി വന്നില്ലേ? അന്നത്തെ പാർട്ടി സഖാക്കളുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്നില്ലേ ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിന്? അന്ന് ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ റോഡിലിറങ്ങി പ്രതിഷേധിച്ചവരല്ലേ കേരളത്തിലെ പാർട്ടി അണികൾ, കേരളത്തിലെ പാർട്ടി സഖാക്കൾ, കേരളത്തിലെ പാർട്ടി അനുഭാവികൾ? അവരിന്ന് എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാം. സുഹൃത്തുക്കളെ, 2006 VS അച്യുതാനന്ദന് വേണ്ടി ശബ്ദമുയർത്തിയവരല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഈ പാർട്ടി ഇങ്ങനെ തകരുന്നതിൽ മനോവ്യഥയുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികൾ ഈ പാർട്ടിക്കെതിരെ, ഈ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ, ഈ പാർട്ടിയുടെ തെറ്റായ പോക്കിനെതിരെ, ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ, അഴിമതിക്കെതിരെ, ഭൂമി കൈയേറ്റത്തിനെതിരെ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ, പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വരണം എന്നാണ് ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് ഉപരി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ CPMൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള, CPMനെ നിലനിർത്തുന്ന പാർട്ടി മെമ്പർമാർ, പാർട്ടി അണികൾ, അനുഭാവികൾ എന്നിവരോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.